സത്യം സത്യമാ. നമ്മുടെ സകല പാപരോഗങ്ങളെയും കഴുകി നമ്മെ ശുദ്ധീകരിക്കുവാൻ കഴിയുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ സ്നേഹിതർക്കും സ്നേഹ അഭിവന്ദനങ്ങൾ. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു വ്യക്തി പറയുകയാണ്, എൻ്റെ ജീവിതത്തിലെ സകല രോഗങ്ങളും മാറിയതിനു ശേഷം ഞാൻ ഡോക്ടറെ പോയി കാണാം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് മാനസികമായി എന്തോ ഒരു തകരാറുണ്ട് നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ഞാനൊരു നല്ല വ്യക്തിയായതിനു ശേഷം, പാപത്തിൽ നിന്ന് പൂർണ്ണമായ മുക്തി പ്രാപിച്ചതിന് ശേഷം ഒരു ദൈവവിശ്വാസിയാകാം എന്ന് ഒരു വ്യക്തി പറഞ്ഞാൽ ആ വ്യക്തിക്കും എന്തോ ഒരു തകരാറുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കാരണം ഒരു മനുഷ്യനെ കൊണ്ട് പാപരഹിതമായി ജീവിക്കുക എന്ന് പറയുന്നത് അത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. പാപരഹിതനായിട്ട് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. നിങ്ങൾ ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, നിങ്ങൾ എത്രമാത്രം മോശമായ വ്യക്തി ആയിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ദുശീലങ്ങളുള്ള വ്യക്തി ആയിക്കോട്ടെ, നിങ്ങളുടെ സകല പാപത്തെയും കഴുകി നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ, നിങ്ങളെ നീതീകരിക്കുവാൻ, നിങ്ങളെ സ്വർഗത്തിന്റെ അവകാശിയാക്കി തീർക്കുവാൻ ഒരേ ഒരു വ്യക്തിക്ക് സാധിക്കുകയുള്ളൂ, അത് സാക്ഷാൽ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമാണ്. അതിനോടുള്ള ബന്ധത്തിൽ വിശുദ്ധ വേദപുസ്തകമായിരിക്കുന്ന ബൈബിളിൽ നിന്നും ഒരു വേദശകലം നമുക്ക് വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം 31-32 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ വായിക്കുന്നു: യേശു അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. ഈ വേദഭാഗം ആരംഭിക്കുന്നത് യേശു അവരോട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവരോട് എന്ന് പറഞ്ഞതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരാം, ആരാണ് ഈ അവർ എന്ന് പറയുന്നത്? യേശു ഒരു പ്രത്യേകമായ ഒരു സംഭവം നടന്നതിന് ശേഷമാണ് ഈ ഒരു വിഷയത്തിലേക്ക് വരുന്നത്. ആ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, യേശു ഒരു വ്യക്തിയെ കാണുകയാണ്. ആ വ്യക്തിയുടെ പേര് ലേവി എന്നാണ്. ചുങ്കം പിരിക്കുക എന്നുള്ള തൊഴിലായിരുന്നു, അല്ലെങ്കിൽ ടാക്സ് പിരിക്കുന്ന ഒരു ജോലിയായിരുന്നു ലേവിയുടേത്. യേശു ലേവിയെ കാണുമ്പോൾ തന്നെ ലേവിയോട് പറയുകയാണ്, എന്നെ അനുഗമിക്കുക. ഇത് കേട്ടപാടെ ലേവി തനിക്കുള്ളതൊക്കെയും വിട്ട് യേശുവിനെ അനുഗമിച്ചു. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. യേശു ലേവിയോട് നിനക്കുള്ളതൊക്കെയും വിട്ട് നീ എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നില്ല. രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചതിന് ശേഷം നീ എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നില്ല. അങ്ങനെയുള്ള ഒരു പ്രഖ്യാപനങ്ങളും യേശു അവിടെ നടത്തുന്നില്ല. യേശു പറയുകയാണ്, എന്നെ അനുഗമിക്കുക. അത് കേട്ടപാടെ തനിക്കുള്ളതൊക്കെയും വിട്ട് യേശുവിനെ അനുഗമിക്കുന്ന ഒരു ലേവിയെയാണ് നമ്മളിവിടെ കാണുന്നത്. യേശുവിനെ അനുഗമിക്കാനായി തുടങ്ങിയപ്പോൾ തൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷമുണ്ടായി. ആ സന്തോഷത്തിൻ്റെ പ്രതീകമായി താൻ തൻ്റെ വീട്ടിൽ വലിയൊരു വിരുന്ന് യേശുവിനായി ഒരുക്കി. നമുക്കറിയാം, ലേവി ചുങ്കം പിരിക്കുന്ന ഒരാളായിരുന്നു. ചുങ്കക്കാരായിട്ടുള്ള അനേകം സുഹൃത്തുക്കൾ ലേവിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് താൻ വിരുന്നൊരുക്കിയപ്പോൾ ഈ വിരുന്നിൽ പങ്കെടുക്കുവാൻ തൻ്റെ സുഹൃത്തുക്കളായ എല്ലാ ചുങ്കക്കാരെയും വിളിച്ചിരുന്നു. ഇവിടെ യേശു ഈ ചുങ്കക്കാരുടെ എല്ലാം നടുവിൽ ഇരുന്നു കൊണ്ടാണ് ഈ വിരുന്നിൽ പങ്കെടുക്കുന്നത്. ഇത് കണ്ട പരീശന്മാരും ശാസ്ത്രിമാരും ഓടിച്ചെന്ന് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പാപികളുടെ ഇടയിൽ ഇരുന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതെന്ന്. പരീശന്മാരെ കുറിച്ചും ശാസ്ത്രിമാരെ കുറിച്ചും ഒരു ചെറിയ വിവരണം ഞാൻ പറയാം. പരീശന്മാരെന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ സകല ന്യായ പ്രമാണങ്ങളും അത് അങ്ങനെ തന്നെ അനുസരിക്കുകയും പാലിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ്. അതുപോലെ തന്നെ ശാസ്ത്രിമാരെന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ സകല പ്രമാണങ്ങളെക്കുറിച്ചും അത് വ്യാഖ്യാനിക്കാൻ കഴിവുള്ള, അതിനെക്കുറിച്ച് അഗാധമായ ജ്ഞാനമുള്ള, വേദശാസ്ത്ര പരിജ്ഞാനമുള്ള വ്യക്തികളാണ് ശാസ്ത്രിമാർ എന്ന് പറയുന്നത്. ഇതാണ് അവരോട് എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു പശ്ചാത്തലമായിട്ട് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്ക് വരാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം 31-32 വാക്യങ്ങളെ അടിസ്ഥാനമാക്കി 3 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്നാണ് ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് താല്പര്യപ്പെടുന്നത്. ഒന്നാമതായിട്ട്, യേശു നീതിമാന്മാരെ വിളിക്കാനല്ല ഈ ലോകത്തിലേക്ക് വന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു അത്ഭുതം ഉണ്ടാകും. കാരണം സകല മനുഷ്യരാശിയുടെയും രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ വേദപുസ്തകം അടിവരയിട്ട് പറയുന്ന കാര്യമാണ്, നീതിമാന്മാരെ തേടി കർത്താവ് വന്നിരുന്നില്ല. നല്ലവനും തികഞ്ഞവനും ഏറ്റവും ശ്രേഷ്ഠനും, നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരുവിധ കുറവുകളുമില്ല, പാപവുമില്ല, നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ
ഞാൻ അടിവരയിട്ട് വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളെ തേടിയല്ല യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. കർത്താവായ യേശുക്രിസ്തു ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ കർത്താവ് പ്രധാനമായിട്ടും പരീശന്മാരെയും ശാസ്ത്രിമാരെയും ഉദ്ദേശിച്ചാണ് ഈ കാര്യം പറയുന്നത്. പരീശന്മാരും ശാസ്ത്രിമാരും എന്ന് പറയുന്നത്, അവർ ദൈവത്തിനും യഹൂദ മതത്തിനും വേണ്ടി തങ്ങളുടെ ജീവിതങ്ങളെ മാറ്റിവെച്ചവരും ദൈവിക കൽപ്പനകൾ അത് അങ്ങനെ തന്നെ പ്രമാണിക്കുന്നവരും പ്രാർത്ഥനയ്ക്കായി പ്രത്യേകം സമയം മാറ്റി വെച്ചിരിക്കുന്നവരും അതുമാത്രമല്ല കർത്താവിന്റെ വേലയ്ക്കായി തങ്ങളുടെ സമ്പത്തിൽ നിന്നും ഒരു വിഹിതം കൊടുക്കുന്നവരുമായിരുന്നു. അവർ മറ്റുള്ള എല്ലാവരെക്കാളും വളരെ ശ്രേഷ്ഠമായ, അവരെക്കാളും യോഗ്യരായിട്ട് ഈ ലോകത്തിൽ ആർക്കും ദൈവസന്നിധിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല എന്ന് വിശ്വസിച്ചിരുന്ന ആളുകളുമായിരുന്നു പരീശന്മാർ എന്ന് പറയുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മെ നീതീകരിക്കാതെ നമുക്കൊരിക്കലും ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടേതായിട്ടുള്ള യാതൊരുവിധ പ്രവൃത്തികൾ കൊണ്ടോ നമ്മുടേതായിട്ടുള്ള സ്വയ നീതീകരണം കൊണ്ടോ ഒരിക്കലും ദൈവസന്നിധിയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കില്ല. കാരണം ദൈവത്തിന് തുല്യമായിട്ട് നീതി പ്രവൃത്തികൾ പ്രവർത്തിക്കുവാൻ നമുക്കൊരിക്കലും സാധിക്കുകയില്ല. ദൈവം നമ്മെ നീതിമാന്മാരാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് നീതിമാന്മാരായിട്ട് തീരുവാൻ സാധിക്കുകയുള്ളൂ. സങ്കീർത്തനക്കാരനായ ദാവീദ് സങ്കീർത്തനങ്ങൾ 14-ാമത്തെ അധ്യായം 2-3 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. ഇവിടെ നമ്മൾ വായിക്കുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്ന ഏതെങ്കിലും ഒരു നീതിമാൻ ഈ ലോകത്തിൽ ഉണ്ടോ എന്ന് ദൈവം നോക്കുന്നു എന്നാണ്. ഒരു മനുഷ്യനുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി ഈ ലോകത്തിൽ ജീവിക്കുന്നു എന്നാണ് ദൈവം കണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം ഉദ്ദേശിക്കുന്ന ഒരു നീതിമാനായി തീരുവാൻ നമുക്കൊരിക്കലും നമ്മുടേതായിട്ടുള്ള സ്വന്തം കഴിവുകളാൽ സാധ്യമായിരിക്കുന്ന കാര്യമല്ല. ദൈവം നമ്മെ നീതിമാൻ ആക്കിയെങ്കിൽ മാത്രമേ അത് സാധ്യമായി തീരുകയുള്ളൂ. പരീശന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടേതായിരിക്കുന്ന പ്രവൃത്തികളെ മറ്റുള്ള ആളുകളുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത്. എന്നാൽ ദൈവത്തിന്റെ നിലവാരം വെച്ച് നോക്കുമ്പോൾ അത് വളരെ താഴെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവം ഒരിക്കലും ഒരു മനുഷ്യന്റെ പുറമേ കണ്ട് വിലയിരുത്തുന്ന ഒരാളല്ല. മനുഷ്യന്റെ ഉള്ളുകളെ അറിയുന്ന, മനുഷ്യന്റെ ഹൃദയങ്ങളെ അറിയുന്ന, ഹൃദയങ്ങളെ നോക്കി വിലയിരുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് പരീശന്മാരെ പോലെ അല്ലാതെ ലേവിയെ പോലെ നമ്മളെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ ദൈവം നമ്മളോട് കരുണ കാണിക്കട്ടെ. ദൈവം നമ്മുടെ മേൽ കൃപ ചൊരിയട്ടെ. രണ്ടാമതായിട്ട്, യേശു പാപികളെ വിളിപ്പാനാണ് ഈ ലോകത്തിലേക്ക് വന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: ക്രിസ്തു തക്ക സമയത്ത് അബദ്ധർക്ക് വേണ്ടി മരിച്ചു എന്നാണ് നമ്മളോട് വായിക്കുന്നത്. പ്രിയമുള്ളവരെ, പാപികളായ മനുഷ്യർക്ക് മാത്രമേ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം കൊണ്ട് പ്രയോജനമുള്ളൂ. ഞാനൊരു ഉദാഹരണം പറയാം. പൂർണ്ണ ആരോഗ്യമുള്ള ഒരു മനുഷ്യന് ഒരു ഡോക്ടറെ കൊണ്ട് ആവശ്യമില്ല. ഒരു രോഗിക്ക് മാത്രമേ ഒരു വൈദ്യനെ കൊണ്ട് ആവശ്യമുള്ളൂ. ഇവിടെ പരീശന്മാരും ശാസ്ത്രിമാരെയും കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവർ ആത്മീയ രോഗബാധിതരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവർ വളരെ ഉന്നതങ്ങളിൽ ദൈവവുമായിട്ട് തുല്യ നിലവാരത്തിൽ ജീവിച്ചിരുന്ന വ്യക്തികളായിരുന്നു പരീശന്മാർ എന്ന് അവർ അവരെക്കുറിച്ച് തന്നെ കരുതിയിരുന്നു. എന്നാൽ നിസ്സംശയം നമുക്ക് പറയുവാനായിട്ട് സാധിക്കും, പാപികളിൽ ഏറ്റവും പാപിയായ മനുഷ്യനാണ് ഞാൻ എന്ന് ലേവി ചിന്തിച്ചു. അതുകൊണ്ടാണ് താൻ തനിക്കുള്ളതൊക്കെയും വിട്ട് കർത്താവിനെ അനുഗമിക്കാൻ താൻ തീരുമാനിച്ചത്. ഇതാണ് യേശുക്രിസ്തു നീതീകരിക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അവരെക്കുറിച്ച് തന്നെ അവർ പാപികളാണെന്നും തങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിന്റെ നീതീകരണം അവരുടെ മേൽ വന്നെങ്കിൽ മാത്രമേ അവർക്ക് പാപങ്ങളിൽ നിന്ന് ഒരു മോചനം ലഭിക്കുകയുള്ളൂ എന്നും വ്യക്തമായ ബോധ്യം അവർക്കുണ്ടാകും. ഇവിടെ നമ്മളൊരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ലേവി ഒരിക്കലും ദൈവത്തെ തേടി പോകുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. മറിച്ച് ലേവിയെ തേടി വന്ന ഒരു കർത്താവിനെയാണ്, ഒരു യേശുവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം 10-11 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. ഇന്ന് ഈ ലോകത്തിൽ നമ്മൾ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്താലും, എന്തെല്ലാം പുണ്യ കേന്ദ്രങ്ങൾ നമ്മൾ സന്ദർശിച്ചാലും നമുക്ക് യഥാർത്ഥമായ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ സാധിക്കുകയില്ല.
കാരണം ആരും യഥാർത്ഥമായ ദൈവത്തെ അന്വേഷിക്കുന്നില്ല. ആരും നീതിമാന്മാരായിട്ട് ഈ ലോകത്തിൽ ജനിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ലേവിയുടെ മനോഭാവത്തോടുകൂടെ ആ ലേവി കർത്താവിൻ്റെ അടുക്കലേക്ക് തനിക്കുള്ളതെല്ലാം വിട്ട് കർത്താവിനെ അനുഗമിച്ചതുപോലെ നമുക്കും അനുഗമിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ സഹായിക്കുമാറാകട്ടെ. അതിന് കർത്താവിൻ്റെ കൃപ നമുക്ക് വളരെ ആവശ്യമാണ്. അതിനായിട്ട് കർത്താവിനോട് നമുക്ക് യാചിക്കാം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. മൂന്നാമതായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയുവാൻ താല്പര്യപ്പെടുന്നു. പാപികളെ മാനസാന്തരത്തിനായി വിളിക്കാനത്രേ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. എന്താണ് മാനസാന്തരം? നാം ഏത് അവസ്ഥയിലായിക്കോട്ടെ, നമ്മുടെ ജീവിത സാഹചര്യം അത് എങ്ങനെ തന്നെ ആയിക്കോട്ടെ, നമ്മൾ എത്രമാത്രം ദുഷ്ടനായിക്കോട്ടെ, നമ്മൾ എത്രമാത്രം പാപി ആയിക്കോട്ടെ, അതിൽ നിന്നെല്ലാം നമ്മളെ മനം തിരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് നമ്മുടെ മേൽ ചൊരിയുന്ന ഏറ്റവും വലിയ കൃപയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ആ മാനസാന്തരത്തിലേക്ക് നമ്മളെ നയിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ഈ സർവ്വപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അവയെ പരിപാലിക്കുന്ന കർത്താവ് ഈ ലോകത്തിലേക്ക് സകല മനുഷ്യരാശിയുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗത്തിലുള്ള സകല സുഖവും വെടിഞ്ഞ് ഈ താഴ്ന്ന ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മരിച്ച് അടക്കപ്പെട്ട് അങ്ങനെ മൺമറഞ്ഞു പോയ ഒരു കർത്താവല്ല. ആ അടക്കപ്പെട്ട കർത്താവ് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഒരു ക്രിസ്തുവാണ്. ആ കർത്താവിന് മാത്രമേ നമ്മൾക്ക് പാപത്തിന്റെ പൂർണ്ണമായ പരിഹാരം നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ചുങ്കക്കാരനായ ലേവിയെ നമ്മൾ ശ്രദ്ധിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ആ നാൾ മുതൽ തൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷമുള്ള ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ ലേവിയെ കാണുന്നത്. പ്രിയമുള്ളവരെ, ആ ലേവിയെ വിളിച്ച കർത്താവ് ഇന്ന് നമ്മളെയും വിളിക്കുകയാണ്. ഇന്ന് കർത്താവ് വിളിക്കുമ്പോൾ ലേവിയെ വിളിച്ചതുപോലെ നേരിട്ട് ചെന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നില്ല. മറിച്ച് ഇന്ന് കർത്താവ് വിളിക്കുന്നത് വിശുദ്ധ വേദപുസ്തകമായ ബൈബിളിലൂടെയാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ ആ വിളി കേട്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവിലേക്ക് തിരിക്കുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശിയായി, നീതിമാനായി ദൈവം നിങ്ങളെ ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇതല്ലാതെ ഈ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ യാതൊരുവിധ മാർഗവുമില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച്, ഞാനൊരു പാപിയാണ് കർത്താവെ, അങ്ങന്ന് മരിച്ചത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ്, ഞാൻ മരിക്കേണ്ട സ്ഥാനത്താണ് കർത്താവെ നീ മരിച്ചത്, അതിനായിട്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ഞാൻ അങ്ങയെ എൻ്റെ ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളുന്നു എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് സത്യസന്ധമായി നിങ്ങൾ പറയുന്നുവെങ്കിൽ ഇന്ന് ഈ നിമിഷം കർത്താവായ യേശു ക്രിസ്തു ഇറങ്ങി വന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ വാസം ചെയ്യും. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു നമ്മെ നീതീകരിക്കാതെ നമുക്കൊരിക്കലും കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ സാധിക്കില്ല. നമ്മുടെ യാതൊരുവിധ പ്രവൃത്തികളും കർത്താവിൻ്റെ ആ പരിശുദ്ധിയുടെ അടുത്തേക്ക് നമുക്ക് എത്തിക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മളെ തന്നെ താഴ്ത്തി ലേവിയുടെ ആ മനോഭാവത്തോടു കൂടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ചെല്ലാം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. സത്യം സത്യമാ